ഇത്രയൊക്കെ ഫോഴ്സ് അവിടെ ഉണ്ടായിട്ട് നിങ്ങൾ കൈ കിട്ടി നോക്കി നിൽക്കായിരുന്നോ? എവിടെ എസ് പി? അകത്തുണ്ട് സാർ. യെസ് സർ, ഓക്കെ സർ, ഐ വിൽ. ഒരു ഭാഗത്ത് രാഷ്ട്രീയക്കാരും മറുഭാഗത്ത് പത്രക്കാരും, അതിന്റെ ഇടയിൽ കൂടെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റും. ഐ ജിയാ വിത്തിൻ അവേഴ്സ് നടന്ന സംഭവങ്ങളുടെ മുഴുവൻ ഡീറ്റെയിൽസും അങ്ങോരുടെ മേശപ്പുറത്ത് എത്തണമെന്ന്. നടന്ന സംഭവമല്ലല്ലോ സാറേ, ചിലരൊക്കെ ചേർന്ന് നടത്തിയ സംഭവം അറിയാം. പക്ഷെ അവർക്ക് ഇരുട്ടിലല്ലേ, വെളിച്ചത്ത് നിന്ന് നമ്മളൊക്കെയാ. അപ്പൊ ഈ നടന്ന ദുരന്തത്തിന്റെ ഉത്തരവാദികളും നമ്മളൊക്കെ തന്നെയാ. ഹലോ ഹലോ, ആരാ? നമസ്കാരം സാർ. സാറിന്റെ മണ്ഡലത്തില് ഇതുപോലുള്ളൊരു ദുരന്തം സംഭവിച്ചതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? സന്തോഷം എന്ന് പറയാൻ പറ്റില്ലല്ലോ, ദുഃഖിക്കുന്നു എന്ന് പറയാനും പറ്റില്ല. ചിലരൊക്കെ കാട്ടിക്കൂട്ടിയ തെമ്മാടിത്തരം എന്ന് വേണമെങ്കിൽ പറയാം. ആരാണ് സാർ ഈ ചിലരൊക്കെ? ഞാനും താനും അല്ലടൂ, പിന്നെ ആരാണെന്ന് ചോദിച്ചാ അവിടെ തിരിച്ചറിഞ്ഞ ബോഡിയിലാണ് സർ. അപ്പൊ ചിതറിപ്പോയത് വേറെയും കാണും അല്ലേ? പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ ഉടനെ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്യണം. ശരി സർ. ഓ സന്തോഷം. അപ്പോ ഉത്സവ കമ്മിറ്റിക്കാർ ഇവിടെയൊക്കെ തന്നെ ഉണ്ട് അല്ലേ? ചത്ത് കിടക്കുന്നവന് ജാതകം കുറിക്കാൻ വന്നതായിരിക്കും മാമനും മരുമോനും ഒക്കെ. ഇങ്ങനെ ഒരു ചതി മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാ വിശ്വനാഥൻ ഇക്കൊല്ലത്തെ ഏർപ്പാട് അങ്ങോട്ട് വേണ്ടാന്ന് വെച്ചത്. അതൊരു വളമായിട്ട് കണ്ട് കലാശക്കൊട്ടിന് ഇറങ്ങിയിട്ട് ഇപ്പൊ എന്തുണ്ടായടോ? ഈ നാട്ടിലെ കുറെ പാവങ്ങൾക്ക് ഈശ്വരൻ അനുവദിച്ചു കൊടുത്ത സമയത്തിന് മുമ്പ് അങ്ങോട്ട് പോവാനായി. വിറകിന്റെ കാശും ലാഭം. പണ്ട് നിന്റെ അപ്പൻ ഉത്സവം കൊണ്ടാടുമ്പോ ഒരെണ്ണം വീതമൊക്കെയാ തീർക്കാറ്. നീ ഒറ്റയടിക്കൊരു ഡസനങ്ങ് എടുത്തല്ലോടാ, മിടുക്കൻ. അപ്പനെ ജയിക്കാൻ പോകുന്ന മകൻ സബ് ഇൻസ്പെക്ടർ ബെൻ ജോൺസൺ, കേരള പോലീസിന്റെ അപമാന സ്തംഭം. ജാതകവശാൽ ഇനിയുള്ള കാലം ഈ നക്ഷത്രമെല്ലാം അഴിച്ചു വെച്ച് തെണ്ടാനാ നിന്റെ യോഗം. അതിലേക്കായി ഒരു പിച്ചച്ചട്ടി ഈ MLA വിശ്വനാഥന്റെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് ഇവന്മാരുടെയൊക്കെ മുമ്പിൽ വെച്ച് ഫ്രീ ആയിട്ട് അവിടെ ഒലത്തി തരാൻ പോകും. ഒരു തെറ്റും ചേർത്ത് കുറെ പാവങ്ങളുടെ പ്രാണൻ എടുത്തിട്ട് വേണം നിനക്കെന്നെ പിച്ചച്ചട്ടി ഒലത്താൻ. അല്ലടാ വിടാനല്ല പറഞ്ഞ. എടാ, എനിക്ക് വോട്ട് തന്ന് വിജയിപ്പിച്ച എന്റെ ജനങ്ങളുടെ മുമ്പ് വെച്ച് നീ എന്റെ നെഞ്ചത്തി ഔട്ടി അല്ലടാ. ഇവനൊന്നും പോലീസല്ല, ഗുണ്ടയാ, പക്ക ക്രിമിനല്, പ്രാന്താവന്. അല്ലടാ എനിക്ക് പ്രാന്ത കൊല്ലിയാൻ. അടുത്ത് ചാണുകുട്ടി, ഇവനേക്കുള്ള ശിക്ഷ ഈശ്വരൻ കൊടുത്തോളും. ഇല്ല മോനെ, ഇല്ല. ഇതിന്റെ പേരിൽ ഇവിടെ വീണ കണ്ണീരിന്റെ കണക്ക് ഇവനെ കൊണ്ട് ഇവിടെ വെച്ച് പറയിപ്പിക്കും ഞാൻ. Don't move. ഇനി ഒരടി മുന്നോട്ട് വെച്ചാൽ എനിക്കിത് ഉപയോഗിക്കേണ്ടി വരും. സബ് ഇൻസ്പെക്ടർ ബെൻ ജോൺസന്റെ ഉശിരൻ പ്രകടനം. മീഡിയാസിൽ ഈ തലക്കെട്ട് ആദ്യമായിട്ടൊന്നുമല്ല, പക്ഷെ ഈ തന്റെ ഇടം അത് ഇത്തിരി കൂടിപ്പോയി. അത്രയും മീഡിയാസ് അവിടെ കണ്ണും മിഴിച്ച് നോക്കി നിൽക്കുമ്പോ നീ കാണിച്ചത് ആണത്തമല്ല, ഭ്രാന്ത് തന്നെ. MLA കൊല്ലാൻ ശ്രമിച്ചു എന്ന വാർത്ത, അതിന് പിൻബലമായി അപ്പന്റെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടും. തൃപ്തിയായില്ലേ നിനക്ക്? അവൻ അവിടെ വെച്ചങ്ങ് തീർത്തെങ്കിൽ എനിക്ക് തൃപ്തിയായെന്ന്. ഇപ്പോഴും അവന്റെ നാക്ക് നാശത്തിലേക്കാ.
ഇതിന്റെ പേരിൽ നശിച്ചു പോയ പോട്ടെന്ന് വെക്കും സാർ. ചാവാൻ പേടിച്ചിട്ടല്ല ഞാൻ അങ്ങോട്ട് വെച്ച് നിർത്തിയത്. എനിക്ക് നേരെ തോക്കിയുണ്ട് സാറായിപ്പോയി. ഞാൻ ഈ യൂണിഫോം ഇട്ടിട്ട് ഈ നേരം വരെ മനസ്സറിഞ്ഞ ഒരാളെ സല്യൂട്ട് ചെയ്തിട്ടുള്ളൂ, അത് നിങ്ങളെയാ. ഇതറിയാവുന്നത് കൊണ്ട് തന്നെയാ ഞാൻ ഇത്രയും നേരം നിന്നോട് പ്രസംഗിച്ചത്. എടാ, വികാരം കൊണ്ട് ഈ ലോകത്ത് എവിടെയും യുദ്ധങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. വിവേകമാണ് മനുഷ്യന് വേണ്ടത്. ഇവന്മാരൊക്കെ രാഷ്ട്രീയം കളിക്കുന്നവരാ. ആ സ്ഥിതിക്ക് അവന്മാരുടെ തനിനിറം പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ചിലതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ച് നമ്മൾ ബുദ്ധിപൂർവ്വം കളിക്കുകയാണ് വേണ്ടത്. ഇനി നമ്മൾ അവന്മാർക്കെതിരെ എന്ത് ആക്ഷൻ എടുത്താലും പകപോക്കലാണെന്നല്ലേ പത്രക്കാരെഴുതൂ. മാത്രമല്ല, ഇവൻ ഈ പേരും പറഞ്ഞ് നാളെ ഏത് നാറിയ രീതിയിലാണ് നമ്മളോട് തിരിച്ചടിക്കാന്ന് പറയാനും പറ്റില്ല. തോക്കും കൂട്ടിപ്പിടിച്ച് കാവലടിക്കരുത്. എന്താ തുക്കടി സാഹിബിന്റെ കൊട്ടാരോ? നാരായണൻകുട്ടി, ഓട്ടക്കാരൻ നായിന്റെ മോനോടെ പറയണ. അവനിവിടെ ഉണ്ടാവില്ല. അവൻ ഇങ്ങോട്ട് വരുമ്പോ കണ്ടാസ്വദിക്കാൻ ഇതൊന്നും ഇവിടെ ഉണ്ടാവരുത്. അടിച്ചു പൊളിക്കാൻ. എന്റെ കർത്താവെ, ചതിച്ചോ? പ്രതീക്ഷിച്ചില്ല അല്ലേ? ഞാൻ തന്നെയാ വേലായുധൻ, വെട്ടുകാടൻ വേലായുധൻ. കിളവനെ അറിയാലോ ചരിത്രം. അവന്റെ അപ്പന്റെ എല്ലൊടിച്ചവനാ ഞാൻ. അത് ആവർത്തിക്കാതിരിക്കാൻ അവനോട് പറഞ്ഞേക്കണം. ആളും തരം നോക്കാതെ കയ്യും കാലും പൊക്കിയ വെട്ടി തുണ്ടുണ്ടാക്കും വേലായുധൻ. ഇതുപോലെ പൂമാലയിട്ട് പൂജിക്കാനുള്ള പ്രായം അവനാവാത്തോണ്ട് കിളവാ പറഞ്ഞേക്കണം. ആ തൊപ്പിയും കുപ്പായും ഊരി വെച്ച് വേലായുധനെ മെനക്കെടുത്താതെ വന്ന വഴിക്ക് തിരിച്ചു വിട്ടോളാൻ. ചേച്ചി, ഇത് കഴിക്ക്. എനിക്ക് വേണ്ട. ഇങ്ങനെയൊന്നും കഴിക്കാതിരുന്ന ജീവൻ പോവും. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? പൊയ്ക്കോ എന്റെ മുമ്പിൽ നിന്ന്. കാണണ്ട എനിക്ക് ആര്. പോവാനല്ലേ പറഞ്ഞത്? ഇതെന്ത് കിടപ്പാ മോളെ? വേലായുധേട്ടന് പൊന്നുമോള് വാ, വന്ന് ഭക്ഷണം കഴിക്ക്. കണ്ടാ ഞെട്ടും. മറക്കാൻ അതിന് മാത്രം കാലപ്പഴക്കമൊന്നും ആയില്ലല്ലോ നമ്മൾ തമ്മിൽ കണ്ടിട്ട്. കണ്ട കാര്യം ഏത് കോടതിയിലും വിളിച്ചു പറയാൻ ഈ പൊന്നുമോള് കാണിച്ച തന്റെ ഇടം കൊണ്ട് ഇപ്പോഴും ഞാനകത്താ. ഇപ്പതാ ഇവിടെയും. പേടിക്കണ്ട, കൊല്ലാൻ വന്നതല്ല, വളർത്താൻ വന്നതാ വേലായുധേട്ടൻ. പണ്ട് ഇതുപോലെ ഇവിടെ കയറി വന്നിട്ടുണ്ട് ഞാൻ, നിന്റെ അമ്മയെ അങ്ങോട്ട് വളർത്താൻ. പക്ഷെ അവൾക്ക് മനസ്സിലായി കൊല്ലാനാന്ന്. ചാവാൻ അവൾക്ക് മടി, പക്ഷെ കൊല്ലാനായിരുന്നു എനിക്ക് ധൃതി. അന്ന് കണ്ടതൊക്കെ വിളിച്ചു പറയാൻ ഈ പൊന്നുമോൾക്ക് നാക്കിന് എല്ലുറയ്ക്കാത്ത പ്രായമായതുകൊണ്ട് പിന്നീട് പലിശ ചേർത്ത് കണക്ക് തീർത്തു. അതോടെ തീർന്നു ഈ വേലായുധേട്ടനോടുള്ള നിന്റെ പരാതി. തീരണം. ഇനി ഇപ്പൊ ഈ വയസ്സാം കാലത്ത് വേലായുധേട്ടന്റെ സ്വഭാവം നന്നാവുന്നൊന്നും ഈ പൊന്നുമോള് വിചാരിക്കണ്ട.
നന്നാവാൻ നല്ല പ്രായം നിന്റേതാ. ഇരുട്ടത്ത് നിന്ന് ഈ വെട്ടുകാടൻ ചുമ്മാ ഒരു ബീഡിക്കുറ്റി വലിച്ചെറിഞ്ഞപ്പോ കത്തി ചാമ്പലായത് 10-12 അക്കൂട്ടത്തിൽ നിന്റെ ആ വലിയ തള്ളപ്പിടിയും. ആകെ ഉണ്ടായിരുന്ന വേരും കരിഞ്ഞു പോയ സ്ഥിതിക്ക് ഇനി ഇവിടം വിട്ടു പോകാൻ പ്രത്യേകിച്ച് വിമ്മിട്ടൊന്നും ഉണ്ടാവില്ലെന്നറിയാം. പിന്നെ ആ വരുത്തൻ മസിൽ പിടിക്കാൻ കൂടെ ഉണ്ടാവുന്നൊന്നും ധാരണപ്പെടണ്ട. അവൻ ഇന്നലെ വിട്ടുന്നാ കേൾവി. അതുകൊണ്ട് ഇരുട്ടി വെളുക്കും മുമ്പ് ഉള്ള കച്ചവടമൊക്കെ കൂട്ടിക്കെട്ടി നാട് വിട്ടോളണം. ഇല്ലടാ, ഞാൻ ഈ നാട് വിട്ട് പോകുന്നുണ്ടെങ്കിൽ അത് നിന്നെ കൊണ്ടായിരിക്കും. ചത്താലും വിടില്ല.